രക്ഷകനായൊപ്പം അങ്ങേ ആരാധിക്കുന്നു. കാവൽ മാലാഖയൊപ്പം അങ്ങേ ആരാധിക്കുന്നു. സകല വിശുദ്ധരൊപ്പം അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരു നിമിഷം വിട്ടുകൊടുക്കാം. ഈശോയെ, എൻ്റെ ഈശോയെ, പുണ്യങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മയിൽ വിളങ്ങി ശോഭിച്ച ഓരോ പുണ്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. അമ്മേ മാതാവേ, പുണ്യങ്ങളുടെ നിറകുടമേ, നിന്നിൽ വിളങ്ങി ശോഭിച്ച ഓരോ പുണ്യങ്ങളും എൻ്റെ കുടുംബത്തിലേക്കും നിർഗളിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, പുണ്യങ്ങളാൽ നിറയുവാന് എന്നിലെ ഏതെങ്കിലും പാപകരമായ അവസ്ഥകൾ തടസ്സമായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എടുത്തു മാറ്റണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുണ്യങ്ങളിൽ നിറയുവാൻ വേണ്ടി തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ശക്തി എന്നിലേക്ക് ഒഴുകട്ടെ. പുണ്യങ്ങളുടെ നിറകുടമേ, എൻ്റെ കുടുംബത്തെ പുണ്യതയിൽ ശിവേ പുണ്യം നിറയ്ക്കണമേ. ശിവേ, ഓരോ പുണ്യങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, എൻ്റെ കുടുംബത്തിലെ ഓരോ പാപകരമായ അവസ്ഥകളും നീ എടുത്തു മാറ്റണമേ. എൻ്റെ മക്കളിലേക്ക്, എൻ്റെ മാതാപിതാക്കന്മാരിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, എൻ്റെ സഹോദരങ്ങളിലേക്ക്, എൻ്റെ അയൽവക്കക്കാരിലേക്ക് എൻ്റെ ഈശോയെ നീ വന്ന് നിറയണമേ. ഈശോയെ നീ വന്ന് നിറയണമേ. ഈശോയെ, 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 എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ മനസ്സിനെയും എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നീ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, തടസ്സങ്ങൾ ഓരോന്ന് നീ നീക്കിക്കളയണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും
പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ, പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. അമ്മേ മാതാവേ, എൻ്റെ കുടുംബത്തെ നീ പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. വളരെ ചുരുക്കമായി മാത്രമാണ് അമ്മയുടെ പുണ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അമ്മയിൽ ഏറ്റവും വിളങ്ങി ശോഭിച്ചിരുന്ന പുണ്യമെന്ന് പറയുന്നത് എളിമയെന്ന പുണ്യമായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അമ്മ. അമ്മയുടെ ജീവിതത്തിൽ എളിമ അഭ്യസിക്കുവാൻ കിട്ടിയ എല്ലാ സന്ദർഭങ്ങളും അമ്മ അതേപടി അഭ്യസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പാഠശാല പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. ആ പാഠശാലയിൽ നിന്നാണ് ക്രിസ്തു പഠിച്ചത്, വചനത്തിൻ്റെ ദീപ്തിയിൽ വളർന്നത്. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ എളിമയെന്ന പുണ്യം ക്രിസ്തു പഠിച്ചത് അമ്മയാകുന്ന പാഠശാലയിൽ നിന്നാണ്. ഈ മെയ് മാസ വണക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അമ്മയാകുന്ന പാഠശാലയിൽ നിന്ന് പഠിച്ചു മുന്നേറാം. അടുത്ത ഒരു പുണ്യമാണ് അമ്മയിൽ വിളങ്ങി നിന്നത് ദൈവസ്നേഹം. അമ്മേ മാതാവേ, എല്ലാവരെയും സ്നേഹിച്ച് ചേർത്ത് നിർത്തുവാൻ അമ്മയ്ക്കുണ്ടായിരുന്ന കഴിവ് അവർണ്ണനീയമാണ്. ദൈവസ്നേഹത്തെ പ്രതി ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും കേട്ട് അനുസരിച്ച് നടന്നു മുന്നേറിയ പരിശുദ്ധ കന്യകാമറിയം. അമ്മേ മാതാവേ, ദൈവസ്നേഹത്തിൻ്റെ അരൂപിയിൽ, ആ സ്നേഹത്തിൻ്റെ അരൂപിയിൽ ഞങ്ങളെയും ജ്വലിപ്പിക്കണമേ. അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്ന മറ്റൊരു പുണ്യമാണ് അനുസരണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. സ്നേഹമുള്ളവരെ, നിറവയറുമായി റോമാ ചക്രവർത്തിയുടെ കൽപ്പനകൾ അനുസരിച്ച് ബെത്ലഹേമിലേക്ക് യാത്രയാകുന്ന പരിശുദ്ധ കന്യകാമറിയം കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും 50 മൈലുകൾ താണ്ടി അമ്മ അനുസരണത്തിന് കീഴ്വഴങ്ങി ജീവിച്ചവൾ. അമ്മേ മാതാവേ, കുടുംബത്തിലെ എല്ലാവർക്കും കീഴ്വഴങ്ങി ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ, അനുസരണമെന്ന പുണ്യത്തിലൂടെ അമ്മ വളർന്നു വന്നതുപോലെ എൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടുകൊണ്ട്, എൻ്റെ മുതിർന്നവർക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ എന്നിലേക്ക് അമ്മ നൽകണമേ. അമ്മയിൽ വിളങ്ങി ശോഭിച്ച അടുത്തൊരു പുണ്യമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്താൽ ഓരോ നിമിഷവും അമ്മ കത്തിച്ചൊലിച്ചിരുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വസ്തു ഒരു തീക്കുമ്പാരമായി കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തീയിലേക്ക്, ആ അഗ്നിജ്വാലയിലേക്ക്
ഒരു ക്ഷുദ്രജീവിയും കടന്നു വരില്ല. ഇതുപോലെ അമ്മ ദൈവസ്നേഹത്തിൽ കത്തിജ്വലിച്ചു കൊണ്ടിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മയിൽ ദൈവസ്നേഹം വിളങ്ങി ശോഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പൈശാചികമായ ബന്ധനങ്ങളെ തകർത്തെറിയുവാൻ വേണ്ടി, ചവിട്ടിമെതിക്കുവാൻ വേണ്ടി അമ്മയ്ക്ക് സാധ്യതമായി. അമ്മേ മാതാവേ, ദൈവസ്നേഹത്താൽ കത്തിച്ചൊലിക്കുവാൻ വേണ്ടി എന്നെ നീ ഒരുക്കി വാർക്കണമേ. ഏതെങ്കിലും തരത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അരൂപി എന്നിൽ ജ്വലിക്കുന്നതിന് തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേ എന്നിൽ നിന്നത് മാറ്റിത്തരണമേ. അമ്മയോട് ചേർന്ന് അമ്മയുടെ തിരുസുതനോട് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ അരൂപിയിൽ വളർന്ന് പന്തലിക്കുവാൻ നീ എന്നെ ഒരുക്കി വാർക്കണമേ. ഉത്തമഗീതത്തിൽ 5-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. ഈശോയെ, ഉറങ്ങുമ്പോഴും ദൈവസ്നേഹത്തിലേക്ക് ഉണർന്നിരിക്കുവാനും ദൈവസ്നേഹ അരൂപിയിൽ അമ്മ ജ്വലിച്ചതുപോലെ ജ്വലിക്കുവാനും നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നമുക്കറിയാം, ചിലപ്പോൾ മക്കളൊക്കെ ഉറങ്ങുമ്പോൾ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് അരികത്ത് കടന്നുറങ്ങുന്ന മാതാപിതാക്കന്മാരെ, മക്കളുടെ ചെറിയൊരു ഞരങ്ങൽ, ചെറിയൊരു മൂളൽ തിരിച്ചറിയുന്ന അമ്മമാരുടെ സ്നേഹം, ഈ ചെറിയ ഞരങ്ങലും മൂളലുകളും തിരിച്ചറിയുന്ന അമ്മമാരുടെ സ്നേഹം അനുഭവിക്കുന്ന മക്കളാണ് നമ്മളൊക്കെ. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചെറിയ ചെറിയ പാപത്തിൻ്റെ കറകൾ തിരിച്ചറിഞ്ഞ് അത് ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ശക്തിയുള്ള അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. അമ്മ നമ്മളെ എടുത്തുയർത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അടുത്തത് അമ്മയിൽ വിളങ്ങി നിന്ന ഉപവി എന്ന പുണ്യമാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാനായിലെ കല്യാണ നാളിൽ അമ്മ ആ കുടുംബത്തെ സഹായിച്ചത്. അമ്മേ മാതാവേ, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു കൃപ എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അമ്മ നൽകണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉപവി എന്നിൽ വിളങ്ങി നിൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് കയറി വരുന്ന ഓരോ വ്യക്തിയെയും നല്ല രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അവരെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ. എൻ്റെ അയൽക്കാരെ ചേർത്ത് നിർത്തുവാനുള്ള ശക്തി അമ്മേ മാതാവേ എന്നിലേക്ക് നൽകണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ ഉപവയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു തിരുവചന ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 36-ാമത്തെ തിരുവചനം. നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അമ്മയോട് കൂടെ നിന്നുകൊണ്ട് ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളോടും കരുണ കാണിച്ചുകൊണ്ട് കാരുണ്യത്തിൻ്റെ തൈലം പൂശി അവരെ എന്നോട് ചേർത്ത് നിർത്തുവാനുള്ള ശക്തി എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. അമ്മയുടെ അടുത്ത പുണ്യമാണ് വിശ്വാസം. ഹവ്വയിലൂടെ മനുഷ്യവർഗത്തിലേക്ക് കടന്നു വന്ന അവിശ്വസ്തത പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ മാറ്റിയെടുക്കപ്പെടുകയാണ് ചെയ്തത്. വിശ്വാസത്തോടുകൂടി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് വിശ്വസ്തതയായി തീർന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് പുത്രനെ ലോകത്തിലേക്ക് അയച്ച പരിശുദ്ധ കന്യകാമറിയം, അമ്മേ മാതാവേ, വിശ്വാസത്തോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞതുപോലെ
ലോകത്തിന് മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് എനിക്ക് പറയുവാനും ഇതാ കർത്താവിൻ്റെ മകനെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനുള്ള കൃപകളും വരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ജന്മങ്ങളായി തീരുവാൻ വേണ്ടി വിശ്വാസം നെഞ്ചിലേറ്റിക്കൊണ്ട്, വിശ്വാസം ചങ്കിലേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ മുന്നണി പോരാളികളായി തീരുവാൻ വേണ്ടി അമ്മയോട് കൂടെ നിന്നുകൊണ്ട്, അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നടന്നു മുന്നേറുവാൻ വേണ്ടി സാധ്യതമാകട്ടെ. അമ്മയുടെ കൃപകൾ, അമ്മയുടെ വരങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ വേണ്ടി വിശ്വാസത്തോടു കൂടി നമുക്ക് അമ്മയോട് ഒപ്പം നിൽക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. വിശുദ്ധനായ ഇരണേവസ് പറയുന്നുണ്ട്, മറിയം വിശ്വാസത്തിൻ്റെ അമ്മയാണ്. വിശ്വാസത്തിൻ്റെ അമ്മയായ മറിയത്തെ നമുക്കും നെഞ്ചിലേറ്റാം. അങ്ങനെ വിശ്വാസം ഉള്ള മക്കളായി തീരുവാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തത്, അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യമെന്ന് പറയുന്നത് ശുദ്ധതയാണ്. ഉത്തമഗീതത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നത് പോലെ, മുള്ളുകൾക്കിടയിലെ ലില്ലി പോലെ ആണ് കന്യകമാരുടെ ഇടയിൽ ഓമന. സകലവിധ പാപങ്ങൾ നിറഞ്ഞ ലോകത്ത് അമ്മ വിശുദ്ധിയായി തീർന്ന് ശുദ്ധമായി ജീവിച്ചതുപോലെ, ശുദ്ധത എന്ന പുണ്യം അഭ്യസിച്ച് ജീവിച്ചതുപോലെ അമ്മേ ഈ ലോകത്തിൽ, പാപകരമായ ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളിലേക്കും ഒഴുക്കണമേ എന്ന് നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ പുണ്യങ്ങൾ കൊണ്ട് ഞങ്ങളെ അമ്മ നിറയ്ക്കണമേ. വിശ്വാസത്തോടുകൂടി, ദൈവസ്നേഹത്തോടുകൂടി, ശുദ്ധതയോടുകൂടി, എളിമയോടുകൂടി, ക്ഷമയോടുകൂടി ജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. അമ്മേ, അമ്മയുടെ എല്ലാ പുണ്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിറവേറപ്പെടട്ടെ. പുണ്യങ്ങളുടെ മകുടമായ പരിശുദ്ധ കന്യകാമറിയമേ, എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് പുണ്യങ്ങൾ നിറയ്ക്കണമേ. ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ സഞ്ചരിച്ചതുപോലെ, ഈശോയെ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്കും സഞ്ചരിക്കാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ. ഈശോയെ, പിതാവായ ദൈവമേ, അമ്മയിലേക്ക്, അമ്മയെ പുണ്യങ്ങളുടെ നിറകുടമാക്കിയതുപോലെ എന്നെയും പുണ്യങ്ങളുടെ നിറകുടമാക്കണമേ. ഞാനുമായി ബന്ധപ്പെടുന്ന ഓരോ മക്കളിലേക്കും, ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഓരോ ജന്മങ്ങളിലേക്കും എളിമയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ പുണ്യങ്ങൾ പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കണമേ. ഈശോയെ, എൻ്റെ മനസ്സും ശരീരവും വിശുദ്ധീകരിക്കണമേ. ഈശോയെ, എൻ്റെ മനസ്സും ശരീരവും വിശുദ്ധീകരിച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ പുണ്യങ്ങൾ അഭ്യസിക്കാൻ സാധിക്കുന്നത്. അമ്മേ മാതാവേ, തിരുസുതനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും എൻ്റെ മനസ്സും ശരീരവുമെല്ലാം വിശുദ്ധമാക്കാൻ നീ എന്നെ സഹായിക്കണമേ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരാ ഞങ്ങളൊക്കെ. ഈശോയെ, എൻ്റെ മനസ്സിനെയും ശരീരത്തെയും പഞ്ചേന്ദ്രിയങ്ങളെയും എല്ലാം നീ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നിൻ്റെ അമ്മയിൽ വിളങ്ങി ശോഭിച്ച ഓരോ പുണ്യങ്ങൾ കൊണ്ടും പാപിയും ബലഹീനരുമായ ഈ മനുഷ്യവർഗം മുഴുവനെയും നീ നിറയ്ക്കണമേ. ഈശോയെ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഈശോയെ, ഏതെങ്കിലും തരത്തിലുള്ള പാപകരമായ അവസ്ഥകൾ ഈ പുണ്യത്തിന് വിലങ്ങുതടിയായിട്ട് ഞങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു മാറ്റിത്തരണമേ തമ്പുരാനെ. ഈശോയെ, നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു തമ്പുരാനെ. ഈശോയെ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും എൻ്റെ എല്ലാവിധ തടസ്സങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുണ്യത്തിൽ വിളങ്ങി ശോഭിക്കുവാൻ വേണ്ടിയുള്ള കൃപ എന്നിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്നിലേക്ക് എൻ്റെ കരങ്ങൾ നീട്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈശോയെ, ഈശോയെ,
എന്നെ പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. ശോയെ അങ്ങയുടെ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ഓരോ പുണ്യങ്ങൾ കൊണ്ടും എന്നെയും നിറയ്ക്കണമേ. അമ്മേ മാതാവേ, അമ്മേ ഒത്തിരി ബലഹീനതയുടെ നടുവിലാണ് അമ്മേ. വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ, ക്ഷമയിൽ, ശുദ്ധതയിൽ എല്ലാം അമ്മേ നീ എന്നെ വളർത്തണമേ. അമ്മേ മാതാവേ, അമ്മയുടെ പുണ്യങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ പുണ്യങ്ങളുടെ ഈറ്റില്ലമായ അമ്മേ, എന്നെ ഓരോ നിമിഷവും ഒരുക്കി വാർക്കണമേ. അമ്മേ നിന്നുടെ പുണ്യത്താൽ ഞങ്ങളെ വളർത്തിടേണമേ. അമ്മേ നിന്നുടെ പുണ്യത്താൽ ഞങ്ങളെ വളർത്തിടേണമേ. അമ്മേ നിന്നുടെ പുണ്യത്തിൽ ഞങ്ങളെ വളർത്തിടേണമേ. അമ്മേ നിന്നുടെ പുണ്യത്താൽ ഞങ്ങളെ വളർത്തിടേണമേ. അമ്മേ മാതാവേ, ഈ മെയ് മാസ വണക്ക ദിവസത്തിൽ 30 ദിവസം നിന്നോടുകൂടി ആയിരിക്കുമ്പോൾ നിന്നിൽ വിളങ്ങി ശോഭിച്ചിരുന്ന ഓരോ പുണ്യങ്ങളും എൻ്റെ ഹൃദയത്തിലേക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റണമേ. വെറുപ്പിന്റെ ദുരാത്മാവിനെ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. അഹങ്കാര ചിന്തകളെ എൻ്റെ അമ്മേ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. നിന്നോടുകൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ എനിക്ക് നീ ശക്തി നൽകണമേ. അമ്മേ മാതാവേ, ഓരോ നിമിഷവും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും എളിമയിലും ക്ഷമയിലും ഉപവിയിലും പ്രാർത്ഥനയിലുമൊക്കെ ഞാൻ വളർന്നു പന്തലിക്കട്ടെ. അമ്മേ നിന്നുടെ പുണ്യത്തിൽ ഞങ്ങളെ വളർത്തിടേണമേ. അമ്മേ നിന്നുടെ പുണ്യങ്ങൾ ഞങ്ങളിൽ നിറച്ചിടേണമേ. അമ്മേ നിന്നുടെ പുണ്യത്തിൽ ഞങ്ങളെ വളർത്തിടേണമേ. അമ്മേ നിന്നുടെ പുണ്യത്താൽ ഞങ്ങളെ നിറച്ചിടേണമേ. വിശുദ്ധ ബ്രിജിറ്റിനെ പോലെ ഞാനും പറയട്ടെ, അമ്മേ, അമ്മയുടെ പുണ്യത്തിന്റെ മേലങ്കി എന്നെ ധരിപ്പിക്കണമേ. അമ്മയുടെ കൃപ കൊണ്ട് നിറയുവാൻ അമ്മയുടെ പുണ്യത്തിന്റെ മേലങ്കി എന്നെ ധരിപ്പിക്കണമേ. അമ്മേ, യോഗ്യതകളുണ്ടോ എന്ന് അറിയില്ല, എങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളും ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നിമിഷം അമ്മയുടെ പുണ്യത്തിന്റെ മേലങ്കി ധരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അനുഗ്രഹിക്കേണമേ
അനുഗ്രഹിക്കേണമേ, അനുഗ്രഹിക്കേണമേ യേശുവേ, അനുഗ്രഹിക്കേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.